സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധയേറ്റ മരണം. തിരുവനന്തപുരം എസ്ഐടിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്നു. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് 3 കുഞ്ഞുങ്ങളാണ്. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ദുർഭാഗ്യവശാൽ ആ കുട്ടി മരിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് മരണം സംഭവിച്ചത്? ജയലക്ഷ്മി, പേവിഷബാധയേറ്റ് സംസ്ഥാനത്ത് കഴിഞ്ഞ 1.5 മാസത്തിനിടെ മരണപ്പെടുന്ന 3ാമത്തെ കുട്ടിയാണ്. കൊല്ലം വിളക്കുടി സ്വദേശിയാണ് ഈ കുട്ടി. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തെരുവുനായയുടെ കടിയേറ്റത്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവിടെ മുറ്റത്തൊരു താറാവ് ഉണ്ടായിരുന്നു. താറാവിനെ പിടിക്കാനായി എത്തിയ തെരുവുനായിയാണ്. അപ്പോൾ താറാവിനെ രക്ഷിക്കാനായി കുട്ടി അടുത്തേക്ക് ഓടിയെത്തി. ആ നേരത്താണ് കടിയേൽക്കുന്നത്. കൈമുട്ടിനാണ് കടിയേറ്റത്. കടിയേറ്റതിനു ശേഷം 11:30 കടിയേൽക്കുന്നു. തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്രയും വേഗം എത്തി ആദ്യ ഡോസ് വാക്സിൻ എടുത്തു. വൈകുന്നേരത്തോടു കൂടി പ്രതിരോധ സെറവും ഈ കുട്ടിക്ക് നൽകിയതാണ്. അതിനുശേഷം 11-ാം തീയതിയും 15-ാം തീയതിയും 2-3 ഡോസ് വാക്സിൻ എടുത്തു. ആ വാക്സിൻ എടുത്ത ശേഷവും കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കുകയായിരുന്നു. 6-ാം തീയതി ആണ് അടുത്ത വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞിരുന്ന ദിവസം. ആ ദിവസം എത്തുമ്പോഴേക്കും കുട്ടി ഈ നമ്മെ വിട്ട് പിരിയുകയാണ്. കുട്ടിക്ക് നൽകാൻ കഴിയുന്നതിന്റെ പരമാവധി ചികിത്സ നൽകി എന്നുള്ളതാണ്. അമൽ, ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്താണ് ഈ ഒരു മരണകാരണം? കാരണം ഈ കുട്ടി വാക്സിൻ എടുത്തതാണ്, വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആയിരുന്നു തുടരുന്നത്. പക്ഷേ എന്താണ് ഈ ഒരു മരണകാരണം? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? വാക്സിൻ എടുത്ത ശേഷവും എന്തുകൊണ്ട് മരണപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ ആർക്കും കഴിയുന്നില്ല. ആദ്യ 2 ഡോസ് അല്ല 3 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞു. അവസാനത്തെ ഡോസിനായി കാത്തിരിക്കുമ്പോഴാണ് ഈ മരണം സംഭവിക്കുന്നത്. ആദ്യം ഈ കുട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങി. പനി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പുനലൂരത്തെ താലൂക്ക് ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ SIT ആശുപത്രിയിലേക്ക് നില ഗുരുതരമായതിനെ തുടർന്ന് കുട്ടിയെ കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. അതിനുശേഷം വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടർന്നു വരികയായിരുന്നു. ഇന്നിപ്പോൾ കുട്ടിയുടെ മരണവാർത്തയും വരികയാണ്. കഴിവിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്ത ശേഷവും തുടരെ ഇങ്ങനെ മരണങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു കുട്ടിയുടെ മരണമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ പത്തനംതിട്ടയിൽ ഒരു 13 വയസ്സുകാരിയും സമാന സാഹചര്യത്തിൽ മരിക്കുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ മരണവും സ്ഥിരീകരിക്കുന്നത്. ഈ കുഞ്ഞിന് 7 വയസ്സ് മാത്രമാണ് പ്രായം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയം നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ച ചെയ്ത സമയത്ത് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇവർക്ക് ഈ കുഞ്ഞുങ്ങളായതിനാൽ തന്നെ ഞരമ്പിലൊക്കെ കടിയേറ്റിട്ടുണ്ട് എങ്കിൽ വാക്സിന് എത്രത്തോളം അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും ഒരു വർഷം 5 ലക്ഷത്തോളം പേര് വാക്സിൻ എടുക്കുന്നതാണ്. അതിനാൽ വാക്സിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയല്ല. 5 ലക്ഷം പേർ വാക്സിൻ എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ കേസുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഇങ്ങനെ മരണത്തിലേക്ക് മറ്റുമൊക്കെ പോകുന്നത്. പക്ഷേ ഇത് തുടർച്ചയായി ഇങ്ങനെ 3 കേസുകൾ ഉണ്ടാകുമ്പോൾ, അതും 1.5 മാസത്തിനിടയ്ക്ക് 3 കേസുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമായി തന്നെ അത് മാറുകയാണ്. വിശദമായി തന്നെയുള്ള പരിശോധന